രോഹിത്തേട്ടാ, ഈ അടുത്ത് CP ജോൺ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു പരാമർശം നടത്തുകയുണ്ടായി. സ്ത്രീകൾ പരമദരിദ്രരായി അഭിനയിക്കുന്നു, പൈസ ഉള്ള സ്ത്രീകളാണ്, പക്ഷേ ഈ പൈസ ഇല്ലാത്ത സൗജന്യ യാത്രയുള്ള ബസ്സിലേക്ക് തള്ളിക്കയറുന്നു, എന്നാൽ അവരുടെ മക്കളെ അവർ പൈസയുള്ള സ്കൂളിൽ പറഞ്ഞയക്കുന്നു തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ സ്ത്രീകൾ സൗജന്യ യാത്രയെ വേണം എന്നാവശ്യപ്പെട്ടവരല്ല, പകരം അവരുടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ്. ഈ സമയത്ത് ഈ ഒരു പരാമർശം നടത്തുന്നത് തെറ്റല്ലേ? ആണോ? എന്താ തോന്നുന്നത്, ആണോ അല്ലയോ? ആണ് എന്ന് വിചാരിക്കുന്നു. ആ പരാമർശത്തെ പൂർണ്ണമായി നമ്മൾ കേൾക്കണ്ടേ? പലപ്പോഴും പല പ്രസംഗങ്ങളും, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആയാലും BJP-യുടെ ആയാലും നേതാക്കന്മാർ പ്രസംഗിക്കുന്ന പല പ്രസംഗങ്ങളുടെയും ചില ഭാഗങ്ങൾ മാത്രം വെച്ച് വിശകലനം ചെയ്യുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ VD സതീശനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വന്നിരുന്നു. അതായത് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് വീട്ടിലേക്ക് വരുന്ന മരുമക്കളായ സ്ത്രീകൾക്കെങ്കിലും അമ്മമാർ അവരുടെ ഭക്ഷണങ്ങളുടെ സീക്രട്ട് പറഞ്ഞു കൊടുക്കണം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് അമ്മമാർ മക്കൾക്ക് ഈ ഭക്ഷണത്തിൻ്റെ സീക്രട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ആ പരാമർശത്തെ കേട്ടപ്പോൾ എനിക്കതിനകത്ത് തെറ്റായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് അമ്മമാർ മക്കൾക്ക് ഭക്ഷണത്തിൻ്റെ സീക്രട്ടുകൾ, രുചിക്കൂട്ടുകൾ പറഞ്ഞു കൊടുക്കണം. അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ. ഇന്നത്തെ കാലത്തെ തലമുറയിൽ വീട്ടിലെ അടുക്കളയുടെ മുഴുവൻ ഉത്തരവാദിത്വവും സ്ത്രീകൾക്കാണ് എന്നൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല. അവിടെ ഇപ്പോൾ കൂടുതലും അച്ഛനമ്മമാർ നാട്ടിൻപുറത്താണെങ്കിൽ അവർ ജോലിയുടെ ഭാഗമായിട്ട് നഗരങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കപ്പിൾസ്, ദമ്പതികൾ, അവർ അടുക്കളയിൽ അവരുടെ ജോലി ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഞാനൊക്കെ അടുക്കളയിൽ നന്നായിട്ട് ജോലി ചെയ്യാറുണ്ട്. കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് ഫ്രീ ആണെങ്കിൽ ഞാൻ ആ കുക്കിംഗ് ഏറ്റെടുക്കാറുണ്ട്. അതിനകത്തൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു പക്ഷേ അത് ഇന്നലെ കല്യാണം കഴിച്ചതിന് ശേഷം തുടങ്ങിയൊന്നുമല്ല. പണ്ട് മുതലേ നമ്മൾ അമ്മ ചെയ്യുമ്പോൾ ഇത് നോക്കിയും കണ്ടും പഠിക്കും. അമ്മ ചില ടെക്നിക്കുകളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ അപ്പോൾ VD സതീശൻ അത് പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് 10-20 VD സതീശൻ പറഞ്ഞ വാചകങ്ങളാണ്. ഇപ്പോഴും അമ്മയുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചി എൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതുപോലെ തന്നെ വീട്ടിലേക്ക് കടന്നു വരുന്ന മരുമക്കൾക്കും അത് പകർന്നു കൊടുക്കണം എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു പെൺകുട്ടിയെ എറണാകുളം ജില്ലയിലേക്ക് വിവാഹം കഴിച്ചയച്ചാൽ അവിടുത്തെ രുചി രണ്ടും രണ്ടായിരിക്കും, അല്ലേ? പാചക രീതികൾ രണ്ടും രണ്ടായിരിക്കും. ഞാനൊക്കെ അത് അനുഭവിക്കുന്ന ഒരാളാണ്. ഇനി എറണാകുളത്തു നിന്നൊരു പെൺകുട്ടിയെ കോഴിക്കോടേക്കാണ് കല്യാണം കഴിച്ചയക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയെ എറണാകുളത്തേക്കാണ് കല്യാണം കഴിച്ചയക്കുന്നതെങ്കിൽ അവിടുത്തെയും രുചി വൈവിധ്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ 10-26 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു, അദ്ദേഹം വിവാഹം കഴിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഈ പെൺകുട്ടി 24-23 വയസ്സിലാണ് ഈ രുചിഭേദങ്ങൾ മാറുന്നത്, അല്ലെങ്കിൽ രീതികൾ മാറുന്നത്. അപ്പോൾ ഈ രണ്ട് രീതികളും പഠിച്ചിരിക്കുക, അമ്മയിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും ഈ രുചിഭേദങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ അതിന് എന്താണ് അതിനകത്ത് സ്ത്രീവിരുദ്ധത എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായും നമ്മളിനി എന്ത് സമത്വത്തിൻ്റെ കഥ പറഞ്ഞാലും, എന്ത് പുരോഗമനത്തിൻ്റെ കഥ പറഞ്ഞാലും, പാചകം എന്ന് പറയുന്നത് കൂടുതലും വീടുകളിൽ സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. കൂടുതലും, അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? അവിടുത്തെ പുരുഷന്മാർ ഇപ്പോൾ 2 പേര് ജോലിയുള്ള കേസുകളിലും അല്ലെങ്കിൽ 2 പേർക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന സാഹചര്യങ്ങളിലുമൊക്കെ ഇവർ അടുക്കളയിലെ സ്പേസ് ഷെയർ ചെയ്യും. അതല്ല, പുരുഷന് മാത്രമേ ജോലിയുള്ളൂ, സ്ത്രീകൾക്ക് ജോലിയില്ല എങ്കിൽ അവർക്ക് ഗൃഹഭരണം എന്ന തൊഴിലാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ എഴുതുക, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒക്കുപ്പേഷൻ ഓഫ് ഫാദർ. ഇപ്പോൾ എൻ്റെ കാര്യം പറയാം, ഒക്കുപ്പേഷൻ ഓഫ് ഫാദർ, ഞാനതിന് ഗവൺമെൻറ് കോൺട്രാക്ടർ. ഒക്കുപ്പേഷൻ ഓഫ് മദർ, ഹൗസ് വൈഫ്. ഗൃഹഭരണമാണ് മലയാളത്തിൽ എൻ്റെ അർത്ഥം, ഗൃഹഭരണമാണ്. അതൊരു തൊഴിലാണ്, അല്ലേ? ശമ്പളമില്ലാത്തൊരു ജോലിയാണ്. ഒരുപക്ഷെ ആ വീട്ടിലെ ആണുങ്ങൾ രാവിലെ 10 മണി മുതൽ 5 മണി വരെയോ 7 മണി വരെയോ ജോലി ചെയ്യുന്നെങ്കിൽ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി 11 മണി വരെ ജോലി ചെയ്യുന്നവരായിരുന്നു നമ്മുടെ അമ്മമാരും ഇപ്പോൾ ഉള്ളവരും ഒക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും തലമുറകൾ കൈമാറി വന്ന ഈ രുചി പാരമ്പര്യം മക്കൾക്ക് പകർന്നു കൊടുക്കണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്, കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? 10 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു നാട് വലിയ ഭൂരിപക്ഷത്തിൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ UDF പിടിച്ചെടുക്കുന്നു. എവിടെയൊക്കെ വിവാദമുണ്ടാക്കാം. ഇവർ UDF അധികാരത്തിലെത്തി ഒരാഴ്ചക്കകം CPM-ൻ്റെ സൈബർ ടീം തീരുമാനിച്ചതാണ് 1 ഇഞ്ച് വിടാതെ പ്രതിരോധിക്കുക, എവിടെയൊക്കെ വിമർശിക്കാമോ ഇതിനെയൊക്കെ വിമർശിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇനി CP ജോണിലേക്ക് വരാം. CP ജോൺ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണല്ലോ. CP ജോൺ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഇതിനു മുമ്പ് ഒരു ഗതാഗത വകുപ്പ് മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ, KB ഗണേഷ് കുമാർ എന്നാണല്ലോ പേര്.
5000 കാമുകിമാരുണ്ട്. അപ്പം അത് പുള്ളി അതിശയോക്തിയിൽ പറഞ്ഞതാണ്. 5000 ഒന്നും ഇല്ലെങ്കിലും 100-ൽ കുറയാതെ കാണും എന്നത് പത്തനാപുരം നിവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു 10-25 പേര് ഇവരുടെ പേരുകൾ ഒരുപക്ഷെ പലർക്കും അറിവുള്ളതുമാണ്. ഞാൻ വ്യക്തമായ ബോധ്യത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും തെളിവ് ചോദിച്ചാൽ തരാനൊന്നുമില്ല, പക്ഷെ നാട്ടിലെ ആളുകൾക്കെല്ലാം അറിയാം. അതിൽ വലിയ സ്ത്രീവിരുദ്ധത, അതിനേക്കാൾ വലിയ സ്ത്രീവിരുദ്ധതയാണോ CP ജോൺ നടത്തിയത്? എനിക്ക് അറിയില്ല. ഇനി ഈ പുള്ളി നടത്തിയിട്ടുള്ള പഴയ KSRTC മിനിസ്റ്റർ നടത്തിയിട്ടുള്ള തൊഴിലാളി വിരുദ്ധത, മാനുഷിക വിരുദ്ധത, ഇതൊക്കെ വേറെ ആരെങ്കിലും ഈ നാട്ടിൽ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ BJPയുടെയോ നേതാക്കം ചെയ്തിട്ടുണ്ടോ? അന്ന് കൊള്ളാതിരുന്ന ഇടതുപക്ഷ സൈബർ ഇടങ്ങൾക്ക്, ഇടതുപക്ഷ മാധ്യമങ്ങൾക്കാണ് ഇപ്പോൾ പൊള്ളുന്നത്. CP ജോൺ പറഞ്ഞ വാചകത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീകൾ ചോദിച്ചിട്ടല്ല ആ സൗജന്യം കൊടുത്തത്. അതിനെ ഒരു സൗജന്യവുമായിട്ടല്ല സർക്കാർ അവതരിപ്പിച്ചത്. അപ്പോൾ ആ പുള്ളി CP ജോൺ നടത്തിയ ആ ഒരു പരാമർശത്തിൽ ഈ പറയപ്പെടുന്ന സൗജന്യമായതുകൊണ്ട് തള്ളിക്കയറുന്നു എന്ന് പറയുന്ന ആ ഒരു പരാമർശം വിമർശിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളുടെ അകക്കാമ്പിനെ നമ്മൾ വിലയിരുത്തണ്ടേ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, പൊതുജനാരോഗ്യം, ഈ 3 വകുപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പൊതുജനാരോഗ്യ വകുപ്പ് സൗജന്യമാണ് അല്ലേ? നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമാണ്. പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കണം. ഇവിടെ രണ്ടിടത്തും വലിയ തിരക്കുണ്ട്. പൊതുവിദ്യാഭ്യാസം, അവിടെ എന്ത് തിരക്കാവുള്ളേ? അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? നോക്കൂ, ഞാനൊരു വർഷക്കാലത്തോളം ഒരു CBSE സ്കൂളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ പഠിച്ചത് സ്റ്റേറ്റ് സർവീസിലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ സൗജന്യ ഗവൺമെൻറ് സ്കൂളിലും അതിനുശേഷം എയ്ഡഡ് സ്കൂളിലും പഠിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. +2 പഠിച്ചതും എയ്ഡഡ് കോളേജിലാണ്, എയ്ഡഡ് സ്കൂളിലാണ്. പിന്നീട് ഡിഗ്രിയുടെ ഭാഗമായിട്ട് ഞാൻ പഠിച്ച ഡിഗ്രി കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കേരളത്തിന് പുറത്ത് പോയി പഠിച്ചിട്ട് വന്ന ഒരാളാണ്. നമ്മളുടെ നാട്ടിലെ അധ്യാപകർ, ഞാൻ അടച്ചാക്ഷേപിക്കുമല്ലോ, ഒരു കൂട്ടം ആളുകൾ പറയാം, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഡിഗ്രി കഴിഞ്ഞ് B.Edഉം കേറ്ററ്റും എടുത്തിട്ട് ഇക്വലൻസി ഒക്കെ പാസ്സായതിനു ശേഷം അധ്യാപക വൃത്തിയിലേക്ക് വരും, അല്ലെങ്കിൽ TTC കഴിഞ്ഞ് കേറ്ററ്റ് എടുത്തിട്ട് അധ്യാപന വൃത്തിയിലേക്ക് വരുന്നവരാണ്. CBSE സ്കൂളുകളിലെ അധ്യാപകരുടെ ക്വാളിറ്റി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വർഷക്കാലം അവിടെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരും എന്നാൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അധ്യാപകരും ഉണ്ടായിരുന്നു. കേവലം ഡിഗ്രി മാത്രം പഠിച്ചിട്ട് CBSE സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നവരുണ്ട്. അപ്പം പണ്ട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ട്യൂഷൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ എനിക്കറിയാം. നല്ല ഭംഗിയായി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുക്കുന്നതിനേക്കാൾ ഭംഗിയായി ക്ലാസ് എടുക്കുന്ന ആളുകളെ നമുക്കൊക്കെ അറിയാം. അതല്ല ഞാൻ പറയാം. എങ്കിലും അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ മികച്ച അധ്യാപകരുണ്ട്. ഒരു കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകളും ചോരുന്ന മേൽക്കൂരയുള്ള കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് സ്കൂൾ സംവിധാനമുണ്ട്. ഞാൻ പഠിച്ചതൊക്കെ ഓടിട്ട കെട്ടിടത്തിൽ തടി കൊണ്ട് നിർമ്മിച്ച ഈ സ്ക്രീനുകൾ വെച്ച് മറച്ച ക്ലാസ് റൂമിലിരുന്ന് പഠിച്ചിട്ട് വന്ന ഒരാളാണ്. ഇപ്പോഴത്തെ എൻ്റെ സ്കൂളിൻ്റെയൊക്കെ അവസ്ഥ കണ്ടാൽ, അതായത് അതിൽ കിഫ്ബി എന്ന് പറയുന്നൊരു പദ്ധതി വന്നതോടുകൂടി, അല്ലെങ്കിൽ പ്രൊഫസർ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായി വന്നതോടുകൂടി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ വികസനം ഉണ്ടായി. ആ കാര്യത്തിൽ ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ ഭയങ്കരമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം 1ാം പിണറായി സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിമാർ പ്രൊഫസർ രവീന്ദ്രനാഥും 2 ഈ പറയപ്പെടുന്ന കിഫ്ബിക്ക് രൂപകൽപ്പന നൽകിയ ഡോക്ടർ തോമസ് ഐസക്കുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കും. ഇവരെ 2 പേരെയും അടുത്ത മന്ത്രിസഭയിൽ ഒഴിവാക്കി നിർത്തി എന്നൊരു വിമർശനം കൂടി ആ കൂട്ടത്തിലൊപ്പം നമ്മൾ മുന്നോട്ട് വെക്കണം. എനിക്ക് ശൈലജ ടീച്ചറല്ല, എല്ലാവരും പറയും ശൈലജ ടീച്ചർ, എനിക്ക് ശൈലജ ടീച്ചർ, എനിക്ക് പ്രൊഫസർ രവീന്ദ്രനാഥാണ്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തോമസ് ഐസക്കാണ്. അപ്പോൾ അടിസ്ഥാനപരമായി വലിയ മാറ്റങ്ങളുണ്ടായി. ഇനി സർക്കാർ ഗ്രാൻഡ് നൽകി പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട്. ഇവിടുത്തെ മാനേജ്മെൻറ്റിന് കിട്ടുന്ന വരുമാനം എന്താണ്? നമുക്ക് ഏറ്റവും മികച്ച വരുമാനം അധ്യാപക നിയമനങ്ങളിൽ ഇവർ വാങ്ങുന്ന തലവരിപ്പണമാണ്. ഇത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ പറയേണ്ടതാണ്. ഒരു ഹൈസ്കൂൾ അധ്യാപിക ജോലിക്ക് കയറുമ്പോൾ 40 ലക്ഷം മുതൽ 60 ലക്ഷം രൂപയാണ് ഇവർ ആ സ്കൂളിൽ കൊടുത്തിട്ടാണ് ഈ ജോലിക്ക് കയറുക. അത് LPSലേക്കും UPSലേക്കും വരുമ്പോൾ ഒരു 25 lakhs to 50 lakhs വരെ വരും. അത് സ്കൂളുകളുടെയും ബന്ധങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ മാറ്റം വരാൻ സാധ്യതയുള്ളതാണ്. പിന്നീട് അംഗവൈകല്യമുള്ളവർക്കൊക്കെ അല്ലാതെ ഇളവുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഇത് നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എങ്കിൽ പോലും അതാണ് നാട്ടിൽ നടക്കുന്ന സിസ്റ്റം. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്, മികച്ച ശമ്പളം കൊടുക്കുക അല്ലേ? ഒരു LP സ്കൂളിലെ താൽക്കാലിക ജീവനക്കാർക്ക് പോലും ഒരു ദിവസം 1200 രൂപയ്ക്ക് അടുത്ത് ശമ്പളമായി കൊടുക്കുന്നത് താൽക്കാലിക ജീവനക്കാർ, പാർട്ട് ടൈം എംപ്ലോയിക്ക് പോലും. അപ്പോൾ
ഒരു LP സ്കൂൾ അധ്യാപികയ്ക്ക് സർക്കാർ ഒരു 45,000 മുതൽ 50,000 രൂപ വരെ ഒരു മാസം സ്ഥിര നിയമനത്തിലുള്ള എയ്ഡഡ് സ്കൂളുകളുടെയും സർക്കാർ സ്കൂളുകളുടെയും ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ജോലിഭാരം കൂടുതലാണ്. ഒരു അധ്യാപികയുടെ ജോലിഭാരം എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അവർ സ്കൂളിൽ പോകുന്നു, രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ. അത് കഴിഞ്ഞ് സ്കൂളിൽ വന്നിട്ട് ഇവർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഇവർ ചെയ്ത് തീർക്കേണ്ടുന്ന പണികളുണ്ട്. അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് എയ്ഡഡ് സ്കൂളുകളിലെയും സർക്കാർ സ്കൂളുകളിലേക്കും ഈ ഡിവിഷൻ തികയ്ക്കാൻ വേണ്ടി കുട്ടികൾക്ക് ബാഗുകൾ, പഠനോപകരണങ്ങൾ, ഒരുപാട് സംഘടനകൾ, പ്രഭാത ഭക്ഷണം, MLA-മാരുടെ ഫണ്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം, നല്ല കളിക്കളങ്ങൾ, കളിക്കോപ്പുകൾ, ലൈബ്രറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഇതെല്ലാം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന, നമ്മളെ ഭരിക്കുന്ന പല ആളുകൾ, ഇപ്പം ഈവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട്, കേരളത്തിൻ്റെ ഇപ്പോൾ DGP ആയി പ്രൊമോഷൻ കിട്ടിയിരിക്കുന്ന ശ്രീജിത്ത് സാർ മുതൽ ഇങ്ങോട്ട്, കേരളത്തിൻ്റെ കളക്ടർമാരായിരിക്കുന്ന പലരും ഈ സർക്കാർ സംവിധാനങ്ങളിൽ പഠിച്ചു വന്നവരാണ്. അല്ലാത്തവരും ഉണ്ട് കേട്ടോ, CBSE ICSE സിലബസിൽ പഠിച്ചു വന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, എങ്കിലും സർക്കാർ സർവീസിൽ പഠിച്ചു വന്നവരാണ്. അപ്പോൾ കേരളത്തിൽ എത്രയോ ഇന്ന് കാണുന്ന നമ്മുടെ മുൻനിര മാധ്യമപ്രവർത്തകരെല്ലാം, ഈ പറയപ്പെടുന്ന നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്നവരെല്ലാം, ഇപ്പോൾ പൊതുവിലും ഈ സാധാരണക്കാരൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്താ, എൻ്റെ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ അവൻ ലാംഗ്വേജ് കിട്ടില്ല. നോക്കൂ, കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു മാധ്യമം, നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുമോ, R. ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം പഠിച്ച സ്കൂളിലാണ് ഞാനും പഠിച്ചത്, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. അരുൺകുമാർ റിപ്പോർട്ടറിലെ, അവരൊക്കെ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്നവരല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളവരല്ലേ. ഇനി റോജി M. ജോൺ, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, നല്ല വൃത്തിയായി ഭംഗിയായി ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾ. VD സതീശൻ നല്ല ഭംഗിയായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇവരൊക്കെ പഠിച്ചത് ഈ പറയപ്പെടുന്ന സർക്കാർ സ്കൂളുകളിലാണ്. അപ്പോൾ ഭാഷ, ഇനി അന്നൊക്കെ മലയാളം മീഡിയമേ ഉള്ളൂ, ഇന്ന് സർക്കാർ സർവീസുകളിൽ, സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഭാഷ പഠിക്കാൻ CBSE സ്കൂളിൽ പോകണം എന്നൊന്നുമില്ല. നല്ല രീതിയിൽ ഇനി അവിടെ മണ്ണിനെയും മനസ്സിനെയും അറിഞ്ഞു തന്നെയാണ് കുട്ടികളെ പഠിക്കുന്നത്, സാധാരണക്കാരനായ കുട്ടികൾക്കൊപ്പം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നാളെ എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ഞാൻ അവനെ സർക്കാർ സ്കൂളിലെ വിട്ടുപിടിക്കും, അല്ലെങ്കിൽ ഒരു എയ്ഡഡ് സ്കൂളിലെ വിട്ടുപിടിക്കും. കാരണം സാധാരണക്കാരനൊപ്പം, സാധാരണ കുട്ടികൾക്കൊപ്പം ഈ കുട്ടികൾ വളർന്ന് പഠിച്ചു വരണം എന്നുള്ളതാണ്. CP ജോൺ അഡ്രസ്സ് ചെയ്തത് അതാണ്. അതിനെക്കുറിച്ച് എന്താ ആരും ചർച്ച ചെയ്യാത്തത്? സൗജന്യമായി പ്രിയദർശിനി യാത്ര കൊടുത്തു, സർക്കാരിന് വേണമെങ്കിൽ നിങ്ങളുടെ ഈ കാശിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം എന്നൊരു നിബന്ധന വെക്കാമായിരുന്നു. സർക്കാർ വെച്ചത് എന്താ, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ സൗജന്യമായി യാത്ര ചെയ്തോളൂ. അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തിൽ എനിക്ക് അദ്ദേഹത്തിനോട് എതിർപ്പുണ്ട്. പൊതു ആരോഗ്യ മേഖലയിൽ അല്പമെങ്കിലും കയ്യിൽ കാശുള്ള ആളുകൾ ഈ പറയപ്പെടുന്ന പൊതുജനാരോഗ്യ മേഖലയിൽ പോയി വരാന്തിയിൽ കിടക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയാം, കാര്യം നമുക്ക് സമയത്തിന് വിലയുള്ള ആളുകളാണ്, ജോലിയുണ്ട്, ജോലിയുടെ ഭാഗമായി വളരെ ദുരിതം. അത് മാറണം. അത് മാറി ഈ പൊതുവിദ്യാഭ്യാസ ഇടങ്ങളിൽ, വിദ്യാലയങ്ങളിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ ആശുപത്രികളിൽ കൊടുക്കണം. അതിനുള്ള ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് അനൗൺസ് ചെയ്ത് ഉദ്ഘാടനം നടത്തിയത് പിണറായി വിജയൻ സർക്കാർ കൂട്ടിയിരുന്നു. തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ മാറില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് അനുവദിച്ചു, 14 ജില്ലകളിലും അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും, കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുമുള്ള രോഗികളുടെ ഒഴുക്ക് കുറയുമായിരുന്നു. മെട്രോ നഗരമായ കൊച്ചിയിലുള്ള മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവിടെ ഒരുക്കാൻ സാധിച്ചിട്ടില്ല. ശരിയല്ലേ? കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എന്ത് സൗകര്യങ്ങളാണുള്ളത്? നമുക്ക് ചിരി വരും. കാരണം ഒരു തവണയെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കാണുമ്പോൾ ചിരി വരും എന്നുള്ളതാണ്. ഇനി കാസർഗോഡ് എടുക്കൂ. കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ. അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ദുരിതബാധിത പ്രദേശങ്ങൾ, അതായത് എൻഡോസൾഫാൻ വിതച്ച ദുരിതബാധിത. ഇവർ ഈ പറയപ്പെടുന്ന മംഗലാപുരത്തെയാണ് ആശ്രയിക്കുന്നത്, അന്യ സംസ്ഥാനത്തെയാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ കോഴിക്കോടിനെയാണ് ആശ്രയിക്കുന്നത്. കാസർഗോഡ് നിന്ന് കണ്ണൂർ താണ്ടി കോഴിക്കോടേക്ക് എത്തണം. അപ്പോൾ അവിടെയല്ലേ ഈ യഥാർത്ഥത്തിൽ ഇത് വേണ്ടത്? ഇപ്പൊ നോക്കൂ, ഈ സർക്കാർ അധികാരത്തിൽ എത്തിയ ഉടനെ തിരുവനന്തപുരത്ത് ഒരു പുതിയ മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയൊരു മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നത്. കാരണം എന്താ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ കൊല്ലത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്, പിന്നെ വണ്ടാനമാണ്. ഇതിനിടയിൽ ഒരു വലിയ ഭൂപ്രദേശമുണ്ട്. കോന്നി മെഡിക്കൽ കോളേജ് ഉണ്ട് പത്തനംതിട്ടയിൽ, അത് ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാപിച്ചതാണ്. കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഉള്ള മെഡിക്കൽ കോളേജുകളിൽ ഈ പറയപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കിയാൽ എല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് തള്ളുന്ന അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. അവിടെ വരുന്ന രോഗികൾക്ക് മാന്യമായ ചികിത്സ കൊടുക്കാൻ സാധിക്കും. പക്ഷേ
ഈ ചില മേഖലകളിൽ മാത്രം ലഭിക്കുന്ന ഈ പറയപ്പെടുന്ന സൗജന്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയും മറ്റിടങ്ങളിൽ ലഭിക്കുന്ന സൗജന്യം ഇതൊരു പ്രിവിലേജിൻ്റെയോ പ്രസ്റ്റീജിൻ്റെയോ വിഷയമായി കാണാനാണ്. എൻ്റെ കുട്ടി സർക്കാർ സ്കൂളിൽ പഠിക്കുകയാണ് എന്ന് പറയുന്നത് നാണക്കേടാണ് എന്നൊരു ചിന്തയിലേക്ക് കേരള ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന അടിസ്ഥാനമായി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ടല്ല. എനിക്കറിയാവുന്ന ഒരു ഫാമിലി, അവിടെ ജ്യേഷ്ഠനും അനിയനും വിവാഹം കഴിച്ചിരിക്കുന്നു. അവിടെ അനിയനും അനിയത്തിയും 2 സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്യുന്നു. ചേട്ടനും ചേച്ചിയും മറ്റ് 2 സർക്കാർ ജോലി ചെയ്യുന്നു. അതിൽ ചേച്ചിയുടെ ജോലി വിദ്യാഭ്യാസ വകുപ്പിലാണ്, ടീച്ചറാണ്. അതുകൊണ്ട് മാത്രം അവരുടെ കുട്ടി പൊതുവിദ്യാലയത്തിൽ പഠിക്കേണ്ടി വരികയും മറ്റേ കുട്ടികൾ CBSE സ്കൂളിൽ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആലോചിക്കണം. ഒരു കുടുംബത്തിൽ തന്നെയാണ്. കാരണം മറ്റത് നിർബന്ധമാണ്. അധ്യാപികയാണോ അധ്യാപികയുടെ മകൾ പൊതുവിദ്യാലയത്തിൽ പഠിച്ചിരിക്കണം എന്നുള്ളത്. അത് എല്ലാ ഗവൺമെൻറ് സർവീസിലേക്കും മാറണം. എയ്ഡഡ് സ്കൂൾ അധ്യാപകമാരുടെ ടീച്ചർ കുട്ടികളും എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ പഠിക്കണം എന്നൊരു നിർബന്ധം, അല്ലെങ്കിൽ സർക്കാർ സ്കൂളിൽ തന്നെ പഠിക്കണം എന്നൊരു നിർബന്ധം നിയമം കൊണ്ടുവരണം. ഇപ്പോൾ എൻ്റെ പേര് എയ്ഡഡ് സ്കൂൾ അധ്യാപികയാണ്. അതുകൊണ്ട് ഞാൻ ആ ഉത്തരവാദിത്തത്തിൽ എൻ്റെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എന്ത് വേണം? സംവിധാനങ്ങൾ മാറണം. CP ജോൺ പറഞ്ഞ ആ ഒരു പോയിന്റിനെ കുറിച്ച് ആരും ചർച്ച ചെയ്തില്ല. CP ജോൺ എന്ത് CP ജോൺ തന്നെ അതെന്താണ് സ്ത്രീവിരുദ്ധത? അപ്പോൾ സ്വാഭാവികമായി ചെയ്യേണ്ട അമ്മമാർക്ക് വലിയ റോളില്ലേ മക്കൾ പഠിക്കുന്നതിൽ? പുരുഷന്മാർക്ക് എപ്പോഴും ഈ പറയപ്പെടുന്ന ഇത്തരം കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധികളൊന്നും ഉണ്ടാവില്ല. അമ്മമാർക്കാണ് കൂടുതൽ ഇത് സത്യമാണ്. ഇനി എന്ത് പറഞ്ഞാലും സത്യമാണ്. നമ്മളിത് പല കുടുംബങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വെറുതെ നമ്മൾ വലിയ സ്ത്രീപക്ഷവാദികളാകാനും പൊതുസമൂഹത്തിന്റെ കൈയടി നേടാനും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വെറുതെ പറയുന്ന വാചകങ്ങൾ എടുത്ത് വെച്ച് വിലയിരുത്തുക, അതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കിയിട്ട് വേണം. ഇപ്പോൾ CP ജോൺ എന്ന് പറയുന്ന മനുഷ്യൻ അത്യാവശ്യം ബുദ്ധിപരമായി സംസാരിക്കുകയും ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അന്തർസത്ത ഇതാണ്. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മളെല്ലാം ഇതിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ വലിയൊരു കടലിൻ്റെ അറ്റത്ത് മുകളിലേക്ക് നിൽക്കുന്ന ഒരു മഞ്ഞുമലയുടെ അറ്റം, ഇത് മാത്രം എടുത്ത് വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് കിടക്കുന്ന എന്തുമാത്രം വ്യാപ്തിയിലാണ് ഇത് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലല്ലേ അതിലെ കൂടെ കപ്പൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് വേണം ചർച്ച ചെയ്യാൻ. പൊതുസമൂഹത്തിൻ്റെ രീതികൾ മാറണം, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ സർക്കാർ സംവിധാനങ്ങൾ. KSRTCയിലെ യാത്രക്കാരുടെ എണ്ണം കൂടി. അദ്ദേഹം പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഇവർ ആദ്യമേ കണക്കെടുത്ത് വെച്ചല്ലോ. KSRTC ആദ്യമേ കണക്കെടുത്ത് വെച്ചു. ടിക്കറ്റ് കൊടുത്ത് പോകുന്ന സമയത്ത് എത്ര യാത്രക്കാരാണ് പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ 10 മടങ്ങ് ആളുകൾ പോയി. പണ്ട് സൂപ്പർ ഫാസ്റ്റിലോ എക്സ്പ്രസിലോ മാത്രം കയറിക്കൊണ്ടിരുന്നവർ ഓർഡിനറി ബസ്സുകളിലേക്ക് യാത്ര മാറ്റി. കാരണം എന്താ? അവിടെ സൗജന്യമായി യാത്ര ചെയ്തു. അവർക്ക് അവകാശപ്പെട്ടതാണ് കൊടുക്കുന്നത്, കൊടുത്തോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതേ നിലപാട് പൊതുവിദ്യാഭ്യാസ വകുപ്പിലും ഉണ്ടാകണം. സർക്കാർ സേവനങ്ങളെ കൃത്യമായി, ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അപ്പൂപ്പനും അമ്മൂമ്മയുമുള്ള വീട്ടിലെ കൊച്ചുമക്കൾ പോലും CBSE സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. കട്ട് ചെയ്യണം ക്ഷേമ പെൻഷൻ. എൻ്റെ ആവശ്യം അതാണ്. നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു കുട്ടിയെ ചേർക്കാൻ, ഇന്നാളെ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു സബ് എഡിറ്റർ പറയുകയാണ്, അയാളുടെ കുട്ടിയെ ചേർക്കാൻ ഏകദേശം 1 ലക്ഷം രൂപ ചിലവാണ്. യൂണിഫോമിന് പൈസ കൊടുക്കണം, പുസ്തകങ്ങൾക്ക് പൈസ കൊടുക്കണം, ബാഗിന് പൈസ കൊടുക്കണം, മാസാമാസം പല രീതിയിലുള്ള ഫീസുകൾ കൊടുക്കണം. ഇതല്ലാതെ കണക്കിൽപ്പെടാതെ വേറെയുണ്ട്. ഡെയിലി 1000 രൂപയ്ക്കും 1200 രൂപയ്ക്കും കൂലിപ്പണിക്ക് പോകുന്നവനും കിട്ടുന്നത് മൊത്തം കൊണ്ടുവന്ന് ഇത്തരം മാനേജ്മെൻറ്റുകൾ കൊടുക്കണം. മാനേജ്മെൻറ്റുകൾ തഴച്ചു വളരുകയാണ്. ഞാൻ കൃത്യമായി പറയുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ അധ്യാപികമാർ, ഈ CBSE സ്കൂളിലെ അധ്യാപകന്മാരെക്കാൾ അല്ലെങ്കിൽ അവർക്കൊപ്പം അവർക്ക് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ. ഇന്ന് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകന്മാരും ചെയ്യുന്നത് എന്താ? വെക്കേഷൻ ആകുമ്പോഴേ ഇവർ വീട് കയറുക. ഞാനൊരു ദിവസം ഞങ്ങളുടെ നാട്ടിലൊരു എയ്ഡഡ് സ്കൂളിൻ്റെ മുതലാളി എന്നെ വിളിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നെ അങ്ങനെ വിളിക്കുന്ന ആളൊന്നുമല്ല, കാണുമ്പോൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന, ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഒക്കെ മാനേജറായിട്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ, ചേട്ടാ എന്താ പറ്റി? എന്നോട് ഇങ്ങനെ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഇന്ന വാർഡിലെ ഇന്ന ആളെ അറിയൂ? ഞാൻ അറിയാം ചേട്ടാ. അത് ഞാനിങ്ങനെ തിരക്കിയപ്പോൾ രോഹിത് പറഞ്ഞ് അവർ കേൾക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ? അവിടെ 3 കുട്ടികളുണ്ട്, അവർ വേറെ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടുന്ന ബാഗും യൂണിഫോമും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാം, ബസ് സൗജന്യമാക്കി കൊടുക്കാം, അവരെ നമ്മുടെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പറയണം. നീ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എറണാകുളത്തുള്ള എന്നെ അദ്ദേഹം കണ്ടെത്തി എങ്ങനെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്ന് നോക്കി എന്നെ വിളിക്കണമെങ്കിൽ അവരൊരു കുട്ടിയെ കൊണ്ടുവരാൻ എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. ആ എഫേർട്ട് ആ കുട്ടി അവിടുന്ന് പഠിച്ചിട്ട് പോകുന്നത് വരെയും ആ മാനേജ്മെൻറ്റ് കാണിക്കും, ആ അധ്യാപകർ കാണിക്കും അല്ലേ. ഇപ്പോൾ താനൊരു അധ്യാപികയാണ്, താനൊരു കുട്ടിയെ പോയി ക്യാൻവാസ് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ ഉത്തരവാദിത്തം തനിക്കല്ലേ.
അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുതലല്ലേ. അതേ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറയപ്പെടുന്ന CBSE സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിലൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കാശിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ റിസ്ക് എടുത്ത് ഇത് ചെയ്യുന്നത്? ഇത് എൻ്റെ ഒരു ചോദ്യമാണ്. ഞാൻ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്കൂൾ ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാവുന്ന പലരും കിടന്ന് ടെൻഷൻ അടിച്ച് ഭ്രാന്ത് ഒഴിച്ചു വെച്ചാൽ എന്താടാ അത് സ്കൂളിൽ കുട്ടി അവനെ കൊണ്ട് സ്കൂളിൽ ചേർക്കണ്ടേ, 1 ലക്ഷം രൂപ ഉണ്ടാക്കണ്ടേ? ഞാൻ എന്തിന് ഒരു 5 10 കൂടി ഒരു 100 രൂപ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പൈസയേ ഉള്ളൂ ഒരു പൊതുവിദ്യാലയത്തിൽ ഈ കുട്ടിയെ കൊണ്ട് ചേർക്കാം. 2 കൈ നീട്ടി ആ കുട്ടിയെ സ്വീകരിക്കും. ആ കുട്ടിക്ക് വേണ്ടതെല്ലാം അവർ വാങ്ങിക്കൊടുക്കും. അത് വേണ്ടേ? നിങ്ങൾ വാങ്ങണ്ട. ഞാൻ പറഞ്ഞ അത് വേണ്ട, നിങ്ങൾ വാങ്ങണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് ബാഗും ഉടുപ്പും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്തു. അവന് ഉച്ചഭക്ഷണം സ്കൂളിൽ കൊടുക്കും. പണ്ടത്തെ പോലെ കഞ്ഞി അല്ലല്ലോ കൊടുക്കണേ, അല്ലല്ലോ. നല്ല ചോറും അതിന് വേണ്ടുന്ന കാര്യങ്ങളും. രാവിലെ അവിടെ ഇഡലിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. വൈകുന്നേരങ്ങളിൽ മുട്ടയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി അരി കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരു ഓണം വരാൻ പോവാണ്. എനിക്ക് ഒരു കുട്ടിക്ക് 2 കിലോ അരി വെച്ചും കണ്ട് വീട്ടിലേക്ക് കൊടുത്തു വിടും. ഞാനൊക്കെ പണ്ട് ഇത് ചുമന്നുകൊണ്ട് വന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഒരു രസകരമായ സംഭവങ്ങളാണ്. അതൊക്കെ കുട്ടികൾ അനുഭവിച്ച് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ CP ജോണിനെ വിമർശിക്കുന്നവർ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളുടെ മാധ്യമങ്ങളൊക്കെ വാർത്തയ്ക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കിക്കോളൂ. ഇതുകൂടി ഈ സൈഡ് കൂടി ചർച്ച ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ്.